കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്ത ഒരു യോഗം, ആ യോഗത്തിന് ശേഷം എസ് ജയശങ്കർ വാഹനത്തിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ചാടി വീണ് ഇന്ത്യൻ ദേശീയ പതാക കീറി എറിയുകയും വലിയ രീതിയിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് ആക്രോശവുമായി അടുത്ത ഖാലിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് വൈകാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് നടപടിയെടുത്തേ മതിയാകും. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുൻപിലാണ് ഈ ദേശീയ പതാക വലിച്ച് കീറിയത്. ഇതും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. ഏതായാലും നയതന്ത്ര ബന്ധത്തിൽ ഇതൊരു കരിനിഴൽ വീഴ്ത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതൊരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൂടിയാണ്. കാരണം വേറൊരു രാജ്യത്തിൻ്റെ ഒരു മന്ത്രി മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ മന്ത്രിക്ക് സുരക്ഷ നൽകേണ്ടത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. പക്ഷെ അതെല്ലാം കൊണ്ട് പോലീസുകാരും ഖാലിസ്ഥാൻകാരും ഒത്തുകളിക്കുന്നത് പോലത്തെ വീഡിയോ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും വളരെ അലംഭാവത്തോടുകൂടി ഉദാസീനരായിട്ട് നിന്ന് ഈ പറയുന്ന ഖാലിസ്ഥാൻ ഭീകരോട് കുശലം പറഞ്ഞും മറ്റുമൊക്കെ നിൽക്കുന്ന പോലീസുകാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. നടപടിയെടുത്തേ മതിയാകൂ എന്ന് ഇന്ത്യ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയും UK തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിട്ടായിരുന്നില്ല പോയത്. അത് വീണ്ടും ഒന്ന് കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പോയി ചർച്ച നടത്തുന്നതിൻ്റെയും അവിടുത്തെ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എസ് ജയശങ്കർ UK-ലെത്തിയത്. 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് UK-യിൽ വിവിധ പരിപാടികൾ അദ്ദേഹം ചാർട്ട് ചെയ്തിരുന്നത്. ഏതായാലും ഇത് ഒരു വലിയ കരിനിഴലാണ് വീഴ്ത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് നയതന്ത്ര തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. ബ്രിട്ടൻ ഈ നടപടി കൈക്കൊണ്ടില്ല എങ്കിൽ അത് വീണ്ടും വഷളാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കണ്ടതാണ്, ഇതിനു മുമ്പ് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ചെറിയ നീക്കങ്ങൾ പോലും ഇന്ത്യ വെച്ച് പൊറുപ്പിക്കുന്ന ഒരു രീതിയല്ല ഇപ്പോൾ പിന്തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.